ഹായ് ഫ്രണ്ട്സ്, മൗനം സംബന്ധം രണ്ടാം ഭാഗത്തിന്റെ 351 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആശയ്ക്ക് അശോകിനെ അയാൾ റൂം കാണിച്ചെടുക്കുന്നതാണ്. അവർ റൂമിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവിടുന്ന് രണ്ട് സ്ത്രീകൾ ഇങ്ങനെ വഴക്കൂടുന്ന കേൾക്കും. പിന്നെ ഞാൻ മിഡിലടി നീ എപ്പോൾ വീട്ടിലേക്ക് വരുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് അവരെ വഴക്കൂടായിരിക്കും. അപ്പം അയാളിങ്ങനെ പറയും, നിങ്ങൾ കാര്യമാക്കണ്ട, ദീപാവലിയൊക്കെ വരാതിരിക്കല്ലേ, അപ്പം അതിന്റെ വൃത്തിയൊക്കെ പണിയിലൊക്കെ ആയിരിക്കും എന്ന് പറയും. അപ്പോഴാണ് ആ റൂമിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ തുറന്നു വരുന്നത്. എന്നിട്ട് ഇയാൾ കാണാൻ, ഓ നിങ്ങളായിരുന്നോ, അല്ല ഇതെന്താ പുതിയ ആൾക്കാരായിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്താ ഇവരെ പറ്റിച്ച് കെണിപ്പെടുത്തി വന്നതായിരിക്കില്ലേ എന്നൊക്കെ അങ്ങനെ അയാൾ ആക്കി സംസാരിക്കും. അപ്പൊ അയാളാണെങ്കിൽ ആ കുട്ടിയോട് ചൂടായിട്ട് ആ കുട്ടി അവിടുന്ന് പറഞ്ഞേക്കും. അങ്ങനെ അവനെ ആ റൂമിന്റെ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോവും. അപ്പൊ അയാൾ പറയും, വരും നിങ്ങളിങ്ങനെ നോക്കി നിൽക്കണ്ട, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, അവനൊരു വികൃതി കുട്ടിയാ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആ റൂമിന്റെ ഉള്ളിലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കും. അങ്ങനെ അവർ ആ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ കാണുന്നത് രണ്ടുപേരിൽ നിന്ന് നല്ല തിരക്ക് കൂടുന്നതായിരിക്കും. രണ്ടുപേരും നിറുമ്പോൾ രണ്ട് സ്ത്രീകളാണ്, അവര് അമ്മായിമ്മയും മരുമോളാണ്. അവരിൽ മുറ്റ അടിയാണ്, കയ്യിൽ ചപ്പാത്തിക്കോലും വടിയും കമ്പും ഒക്കെ ഉണ്ടാകുന്ന രണ്ടുപേരും ഇങ്ങനെ നല്ല രീതിക്ക് അങ്ങോട്ടേക്കിട്ട് പറഞ്ഞ് ഇങ്ങനെ തിരക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ആശാശമൊക്കെ ആകെ ഷോക്കാവാണ്. കൂടെ ആ ഒരു ആൺകുട്ടി ഇങ്ങനെ കമന്ററി ചെയ്യുന്നുണ്ട്, ഇതാ മക്കളെ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിരിക്കുന്നു, അമ്മയും റാസിയും വഴക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ കമന്ററി നടത്തുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെയാണ് ഈ ക്യാരക്ടറിന്റെ മുഖം നമുക്ക് കാണിച്ചു തരുന്നത്, അതായത് മരുമോളുടെ മുഖം. ഇവരിനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ എപ്പിസോഡിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ തിരിഞ്ഞിട്ട് പറയും, നിങ്ങൾ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, നിങ്ങളുടെ മോന് എന്നെ കിട്ടിയതന്നെ വലിയൊരു ഭാഗ്യമാണ്, അല്ലെങ്കിലും അവന് ഞാൻ എവിടെ കിടക്കുന്നാ, അവൻ ആദ്യം തന്നെ ഒരു കള്ളൂടിയനാ, എന്റെ ഭാവി തെളിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടാ. അപ്പൊ അമ്മ പറയും, അതിനെക്കുറിച്ച് നീ കൂടുതൽ പറയണ്ട, ഭാവിയോ ഭാവി തെളിച്ച് നീ ഞങ്ങളുടെ അടി, നീ ഇവിടേക്ക് എന്ന് മരുമകളായി കയറി വന്നോ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്ന, എന്റെ പൊന്നാര മോനെ വെറുതെ നീ ഓരോന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ഇറങ്ങുമല്ലോ, അങ്ങനെ ഒടുവിൽ അവന് ജയിലിൽ വരെ എത്തേണ്ടത് നീ കാരണം, ഇപ്പൊ ഞങ്ങളുടെ ഭാവിയെ നീ കാരണം തുറന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു കാലെടുത്ത് എറിയുമ്പോൾ അതാണെങ്കിൽ താഴെ വീണ് ആകെ പൊടിപൊടിയാവും. അപ്പോഴാണ് ഇവര് ഈ അശോകും ആശയം വന്ന് നിൽക്കുന്നതും അതല്ല ഇവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഓണർ പറയും, സാർ നിങ്ങൾ എവിടെയാണ് താമസിക്കേണ്ടത്, ഇവരുടെ കൂടെ. അപ്പൊ അശോക് പറയും, എന്ത് ഇവരുടെ കൂടെ ഞങ്ങൾക്ക് നിൽക്കുന്ന പോയിട്ട് ആലോചിക്കാനെ കൂടി വയ്യാന്ന് പറയും. അപ്പോൾ അയാളിങ്ങനെ പറയും, ചേട്ടാ നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇത്രയും വലിയൊരു മുംബൈ നഗരത്തിൽ ഇത്രയും ചെറിയ തുകക്ക് ഇങ്ങനെ വീട് കിട്ടാന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്, ഇനി നിങ്ങൾക്ക് ഇത്രയും അധികം പൈസ കുറഞ്ഞ് വേണമെന്നൊക്കെ പറയുമ്പോൾ ഇതിൽ കൂടുതൽ കുറഞ്ഞ രീതിയിൽ വേറെ നല്ല റൂം ഇനി വേറെ കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതെടുക്കാനാണ് നല്ലത്. അങ്ങനെ ആശയുടെ അങ്ങനെ പറഞ്ഞു നോക്കും. മഴക്കിട്ടുകൊണ്ടിരുന്ന അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് ഓണറിനെ ഒന്ന് ചീത്ത വിളിക്കും, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇവരെ ഇവിടെ കൊണ്ട് നിർത്തുന്നത്, ഇവരെ ഇവിടെ നിർത്താനൊന്നും പറ്റത്തില്ല, അല്ല ഇനി ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവർ എത്ര പൈസ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പൊ അശോക് പറയും, ചേട്ടാ എന്തിനാ ഞങ്ങളങ്ങനെ നിർബന്ധിക്കുന്നത്, ഇവർക്കൊന്നും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ഇവിടെ കൂടെ നിൽക്കുന്നത്, അത് സാർ നിങ്ങളുടെ കയ്യിൽ ഇത്രയും കുറഞ്ഞ തുക വെച്ച് നമുക്ക് ഈ മുംബൈയിൽ വേറെ എവിടെയും റൂം കിട്ടാൻ പോകുന്നില്ല, നാളെ നല്ലൊരു ദിവസമായിട്ട് സാർ ഇങ്ങനെ റൂം അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്ന് അറിയിച്ചിട്ടാ ഈ ഡീൽ ഓക്കെ ആക്കാൻ ഞാൻ പറഞ്ഞത്. അതേട്ട് ആ ചേച്ചി ചോദിക്കും, എന്ത് ഡീൽ ഓക്കെ ആക്കാനോ, എന്ത് ഡീല്, ഇവിടെ ഒരു ഡീലും ഇല്ല, ഇത് ഞങ്ങൾ പൈസ ഉടനിക്കുന്ന സ്ഥലമല്ലേ, അപ്പൊ ഇങ്ങനെ വേറെ ആക്കാൻ അതിന് അറിയുന്നത്. അപ്പൊ അയാൾ പറയും, അതെ ഞാനാണ് ഇവിടുത്തെ ഓണർ, ഇത് എന്റെ വീടാണ്, ഞാൻ തീരുമാനിക്കും ആരൊക്കെ എവിടേക്ക് നിൽക്കുന്നത്, ഇതിന്റെ പകുതി സ്ഥലം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ബാക്കി പകുതി സ്ഥലം എന്ന് പറയുന്നത് വേറെ ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, എന്റെ അച്ഛന് നിങ്ങളോട് മനുഷ്യത്തിന് തോന്നിട്ടാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്, അയാളിപ്പോ പോയി, ഇപ്പൊ ഞാനല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ തല ചുമന്നോട് നടക്കുന്നത്, സാർ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, നിങ്ങൾ ആരെ തടയാൻ പോകുന്നത് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ആ അമ്മ പറയും, അങ്ങനെയാണോ, എങ്കിൽ ഇവിടെ വേറെ ആരാ നിൽക്കാൻ പോകുന്നത് ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് അശോക് ആശയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ അയാളാണെങ്കിൽ അശോകിന്റെ പിന്നാലെ വരും, സാർ പ്ലീസ് നിങ്ങൾ ഇങ്ങനെ പോവല്ലേ, ഞാൻ പറയുന്നത് ഫുള്ള് കേൾക്കുക, ഇതെല്ലാം ഓക്കെ ആക്കി തരാം ഞാൻ. അപ്പൊ അശോക് പറയും, നിങ്ങൾ എന്തായി പറയുന്നത്, ഇതെല്ലാം കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ കൂടെ നിൽക്കുന്നത്, അവർക്കാണെങ്കിൽ ഞങ്ങൾ അവിടെ കൂടെ നിൽക്കുന്നത് താല്പര്യം തന്നെയല്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അവിടെ കൂടെ നിൽക്കുന്നത്, അതും ഇത്രയും ഒച്ചയും ബഹളമുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇതൊന്നും നിന്നിട്ട് പോയില്ല, ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല. അപ്പം അയാൾ പറയും, സാർ ഇതൊരു ക്വാർട്ടേഴ്സ് അല്ലേ, എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലമല്ലേ, അപ്പോൾ ഇവിടെ എന്തായാലും ഒച്ചയും ബഹളക്കുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ, ഇങ്ങനെ ഒരു ശാന്തമായ സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ അശോക് പറയും, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ഒരു പ്രൈവസി വേണ്ടേ, അവിടേക്ക് എൻട്രി ചെയ്യാൻ പോകുന്ന ഒരു പ്രൈവറ്റ് എൻട്രി പോലും അവിടെ ഇല്ല. അപ്പൊ അയാൾ പറയും, മാഡം എന്താ ഇത്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ നോക്ക്, ഇത് മുംബൈ ആണ്, വേറെ എവിടെയല്ല, ഇവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ദൈവത്തിന് പോലും കാണാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല റൂം കിട്ടുക പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല, അതും ഇത്രയും കുറഞ്ഞ വിലക്കൊക്കെ, അതുമല്ല ഇനി ഇവിടെ ദീപാവലിയുടെ തിരക്ക് വരാൻ പോവാണ്, അപ്പോൾ റൂം കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല, ഒരിക്കലും ഇത്രയും കുറഞ്ഞ ബജറ്റിൽ എനിക്ക് ഇങ്ങനെ നല്ല റൂം കിട്ടാൻ പോകുന്നില്ല, അതുമല്ല ഇങ്ങനെ ബഹളം ഒച്ചപ്പാടൊക്കെ സാധാരണ ഉണ്ടാകുന്ന തന്നെയല്ലേ,
നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ബഡ്ജറ്റ് കുറവായതുകൊണ്ടല്ലേ, അത് കൂടുമ്പോൾ നമുക്ക് ഇതിന് വലിയൊരു വീട്ടിലേക്ക് മാറാം. വലിയൊരു കൊട്ടാരം തന്നെ വേണേ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് ഇതിന് വലിയൊരു വീട് വേറെ കിട്ടാൻ പോകുന്നില്ല സാർ. ഇത് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒപ്പിച്ചു തരാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇനിയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ തിരിച്ചു തന്നിട്ട് പോയിക്കോളൂ. അപ്പൊ ആശ പറയും, വേണ്ട ചേട്ടാ, ഞങ്ങൾ പൈസ ഒന്നും തിരിച്ചു തരുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം, കുഴപ്പമില്ല എന്ന് പറയും. ഇതെല്ലാം കേട്ടോ ഓണറെ ഹാപ്പി ആവും. എന്നാ ശരി, ഞാൻ പോട്ടെ കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി, ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ അയാൾ പോകും. അപ്പൊ അശോകാണെങ്കിൽ ആശയുടെ കൈ പിടിച്ച് പിന്നെയും പോകാൻ നിൽക്കും. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അശോക് എന്താ ഇത്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ നോക്ക്, അവരോട് നമുക്ക് ഏതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അശോക് പറയും, ആശ നിനക്ക് തോന്നുന്നുണ്ടോ അവർ നിന്നായിട്ട് വഴക്കൂടാനേ വരുള്ളൂ, അത് നീ പറഞ്ഞത് കേൾക്കില്ല. അശോക് ഞാൻ പറയുമെന്ന് കേൾക്ക്, അതൊക്കെ നമുക്ക് അവരെ മനസ്സിലാക്കാം, കുഴപ്പമില്ല, ഞാൻ അവരോട് സംസാരിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ആശ അവരോട് സംസാരിക്കാൻ വേണ്ടി പോകും. പിന്നീട് കാണിക്കുന്നത് വഴക്കൂടെ അമ്മയായിരിക്കും. അവരിങ്ങനെ പറയുന്നുണ്ടാവും എന്തെങ്കിലും കാണിച്ചിട്ട് അവരെവിടെ അങ്ങനെ പുറത്താക്കാൻ നോക്കണം, ഇവിടെ ഒരിക്കലും അവരെ വെച്ച് വളർത്താൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പൊ അവളും പറയും, എന്തായാലും എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് അവരിവിടുന്ന് പുറത്താക്കാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആശ അശോക് വരുന്നത്. അങ്ങനെ ആശ അവിടെ നിന്ന് സംസാരിക്കാൻ വരുമായിരിക്കും. നോക്കൂ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് ഞാൻ വാക്ക് തരികയാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ട് വരുത്തില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ആ തള്ള ആശയോട് ചൂടാവും. എടി മോളെ, മിണ്ടാതിരുന്ന നീ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ നാക്ക് ഞായിരുന്നുള്ളൂ, നിന്റെ അല്ല നിന്റെ ഭർത്താവിന്റെയും കൂടെ. ഇവിടെ ഞാനായിട്ട് കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. നിന്റെ ഈ പാവം പോലത്തെ മുഖവും മധുരമായ ചെറിയ സൗണ്ടൊക്കെ സംസാരിച്ച് ഞങ്ങൾ അങ്ങ് മയക്കി വീഴ്ത്താൻ നീ വിചാരിക്കണ്ട. ഇവിടെ നിങ്ങൾ ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അതുമല്ല, ഈ മുംബൈയിലെ ഏറ്റവും വലിയ സിദ്ധര് ഞാനാ. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് നീ കയറിയിടാന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേരും ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേറെ ഇവിടെ ഇറങ്ങി പോകുന്നതായിരിക്കും നിങ്ങൾ രണ്ടുപേർക്ക് നല്ലത്. ഇത് കേട്ട് ആശയ്ക്കാണെങ്കിൽ ആകെ കലിയേറുകയാണ്. ആശ പറയും, നിങ്ങളുടെ പ്രശ്നം എന്താ? ഞാൻ നിങ്ങളോട് ഇത്ര മര്യാദയൊക്കെ സംസാരിച്ചത്, എന്നിട്ട് നിങ്ങളോട് എന്ത് തോന്നിവാസമായി കാണിക്കുന്നത്? നിങ്ങളീ പറഞ്ഞ തോന്നിവാസത്തിനെ ചുക്ത മറുപടി പറയാൻ എനിക്ക് അറിയായിട്ടല്ല, അതിന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറയാം, ഇനി ഇതുപോലെ തോന്നിവാസനോട് വിളിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ വേണ്ടിക്ക്. നിങ്ങളിവിടെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അശോകനെ വിളിച്ച് ആശ റൂമിലേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് കാലിന്റെയാണ്. അൻകുഷിനും മാലയ്ക്ക് വേണ്ടി ജ്യൂസൊക്കെ കൊണ്ടുകൊടുക്കാണ് കാലിന്റെ. അൻകുഷാണെങ്കിൽ അതെല്ലാം മേടിച്ച് കാലിന്റെ അടുത്ത് പറഞ്ഞേക്കും. പിന്നീട് കാണിക്കുന്നത് അൻകുഷ് ഇങ്ങനെ മാലയുടെ അടുത്തേക്ക് വരുമായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചേരം ഇങ്ങനെ മിണ്ടാകുന്നുണ്ട്. പിന്നെ പൊട്ടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ചിരിയോട് ചിരി. അതായത് എന്താന്ന് വെച്ചാൽ ഇവർ സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരാണെങ്കിൽ ഒരു ആക്ടിങ് ചെയ്താണ് കല്യാണം കഴിച്ചത് പോലെ തന്നെ. അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കും, എന്ത് ചെയ്യാനാ, ഞാൻ പണ്ടിങ്ങനെ ഡ്രാമയൊക്കെ ചെയ്യില്ലേ സ്റ്റേജിമേ, അപ്പൊ തന്നെ എനിക്കിങ്ങനെ അമ്മായിയമ്മന്റെ ഒരുപാട് ഡ്രാമ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അതുപോലെ ചെയ്യുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നത്. എന്തായാലും നിന്റെ ഭാര്യ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ചിരിയില്ല, ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിച്ചിരിക്കുകയായിരിക്കും അവിടെ. അങ്ങനെ കാലിന് എട്ടിപ്പോയതൊക്കെ ആലോചിച്ചത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അൻകുഷ് പറയുന്നത്, എന്തായാലും നീ ഒരു സാധാരണക്കാരന്റെ ഭാര്യയായിട്ടല്ല എപ്പോഴും നിൽക്കുന്നത്, അപ്പോൾ നിനക്ക് കുറച്ച് വഴക്ക് കൂടേണ്ടി വരും. നീയും ഞാനും എപ്പോഴും ഫുൾ ടൈം വഴക്കാരനാണ് ഇവർ നമ്മൾ അറിയിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കണം. അതെല്ലാം കേട്ട് കാലിനിക്കാകെ ദേഷ്യം വേണം, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ വഴക്ക് കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പ്ലാൻ ചെയ്യായിരിക്കും. അങ്ങനെ അൻകുഷ് മാലയാണെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ വഴക്കൂടാൻ തുടങ്ങുമായിരിക്കും. അൻകുഷ് ആണെങ്കിൽ വാതിലൊക്കെ തുറന്നിട്ട് കുറച്ചും കൂടി സൗണ്ട് അടിയിലേക്ക് കേൾക്കാൻ വേണ്ടി ഓരോന്നിങ്ങനെ ഒച്ചയെ വിളിച്ചിങ്ങനെ മാല ഇങ്ങനെ വഴക്ക് പറയായിരിക്കും. നീ എന്തായി കാണിച്ചിരിക്കുന്നത്, നിന്റെ സാധനമൊക്കെ ഇവിടെയാണ് വെക്കുന്നത്, ഇവിടെ അല്ല, ഇവിടുന്ന് മാറ്റിയൊക്കെ ഇവിടെ ഇരിക്കാൻ ഒരു സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ചയിൽ ഇങ്ങനെ നടന്നിങ്ങനെ പറയായിരിക്കും. അപ്പോൾ മാലനിങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അങ്ങനെ അടിയിൽ നിന്നൊരു കാലിതി അജയെല്ലാം ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെ കാലിതി പറയും, ഇവൻ എന്തായി കാണിക്കുന്നത്, ഇവന്റെ ഭാര്യയോട് ഇവൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അൻകുഷ് വഴക്കുറെന്ന് കേട്ടിട്ട് കാലിതി അവർ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കാന്ന് വിചാരിക്കും. അപ്പൊ അജ്ജു പറയും, വേണ്ട, അവരിപ്പോൾ ഭാര്യയും ഭർത്താവല്ലേ, അവരുടെ വഴക്കിൽ നമ്മൾ നേരത്തെ കയറി ഇടപെടുന്നത്, അത് അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അവർ ചിലപ്പോൾ നമ്മൾ തിരിച്ച് വഴക്ക് പറയും. അപ്പൊ കാലിതിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ചിലപ്പോൾ ദേഷ്യം പിടിച്ച് അവളെ വല്ല അടിക്കേറ്റ് ചെയ്യും, എന്ന് പോയോക്കാന്ന് പറഞ്ഞിട്ട് കാലിന്റെ അവിടേക്ക് പോകും. അങ്ങനെ കാലിന്റെ അവിടേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് ഹാപ്പി ആവും, ഇവരുടെ പ്ലാൻ വർക്കായിരുന്നു വിചാരിച്ചിട്ട്. അങ്ങനെ കാലിന്റെ വാതിൽ മുട്ടുമ്പോൾ മാല വേഗം പോയി വാതിൽ തുറക്കും. അങ്ങനെ കാലിന്റെ വയ്ക്കും, എന്താ ഇവിടെ പ്രശ്നം? അപ്പൊ മാല പറയും, നിങ്ങൾ തന്നെയാണ് അതൊക്കെ ഇടപെടുന്നത്, നിങ്ങൾ നിങ്ങളുടെ മോന്റെ കാര്യത്തിൽ എപ്പോഴും ഇടപെട്ടിട്ടുണ്ടോ? അവനെ പ്രസവിച്ചിട്ട് പോയതല്ലേ, പിന്നെ നിങ്ങൾ ഇപ്പോഴല്ല അവനെ കാണുന്നത്, പിന്നെ എന്തിനാ ഇപ്പൊ അവന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ നോക്കുന്നത്? ഇത് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ തീർത്തടാന്ന് പറഞ്ഞിട്ട് മാല വാതിലടക്കും. അത് കേട്ടിട്ട് കാലിന്റെക്ക് ആകെ വിഷമാവും. അങ്ങനെ കാലിന്റെ ആകെ ഫീലായി ഇങ്ങനെ കരയായിരിക്കും. അപ്പം അവരാണെങ്കിൽ എന്തെങ്കിലും പറയാൻ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വാതിലിന് പിറകെ ഇങ്ങനെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുകയായിരിക്കും. അപ്പൊ അജ്ജു വന്നിങ്ങനെ സമാധാനിപ്പിക്കും, ഞാനവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ അവിടത്തേക്ക് വന്നത്. ഏതൊരു അമ്മയുടെ ആഗ്രഹം അവരുടെ മോന് ഒരു നല്ല മരുമകളെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അവന്റെ കുട്ടിക്കാലം കാണാൻ പറ്റിയില്ല, അതുപോലെ തന്നെ അവന്റെ കല്യാണം എനിക്ക് കാണാൻ പറ്റിയില്ല.
അങ്ങനെയൊക്കെ പറഞ്ഞ് കാന്തിനെ വിഷമിക്കായിരിക്കും. അപ്പോൾ അജുവാണെങ്കിൽ കാന്തി ഒരുപാട് സമാധാനിപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് ആശയാണ്. ആശ പണിയെല്ലാം കഴിഞ്ഞ് അശോകിന്റെ അടുത്ത് വരെയായിരിക്കും. എന്നിട്ട് കുറച്ച് സാധനം മേടിക്കാനുള്ള ലിസ്റ്റൊക്കെ കൊടുക്കും. നമുക്ക് പരിപ്പ്, പിന്നെ കുറച്ച് അരി, അങ്ങനെയൊക്കെ മേടിക്കണം എന്ന് പറയുമ്പോൾ അശോക് കുറച്ച് വലിയ ലിസ്റ്റൊക്കെ കൊടുക്കുകയാണ്. ഒലീവ് ഓയിൽ, ഗ്രീൻ ടീ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആശ പറയും, അശോക് നമ്മളുടെ കയ്യിൽ അതിന് മാത്രമുള്ള പൈസ ഇല്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം വാങ്ങാനുള്ള പൈസ മാത്രമേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ ഇങ്ങനെ അശോകിനെ സമാധാനിപ്പിക്കായിരിക്കും. അങ്ങനെ അശോകിനെ ഹഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഷോൾഡറിൽ നിന്ന് കിടക്കുക. അങ്ങനെ ഇവർ സംസാരിക്കുന്നത്, ഇവർ സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാം ഇങ്ങനെ കർട്ടന്റെ മറവിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ് അപ്സര. അത് കണ്ടുകൊണ്ട് അപ്സരയുടെ മോനെ അങ്ങോട്ട് വരും. കണ്ടുപിടിച്ചേ, എല്ലാ കൈകളോട് പൊക്കിയിരിക്കുകയാണ്, മറ്റൊരാളുടെ സംസാരം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ മോനിങ്ങനെ ഉറക്കി പറഞ്ഞു വരും. അങ്ങനെ ഇത് കേട്ടിട്ട് അശോക് അവിടെ നിന്ന് ഓടി വരും. അങ്ങനെ ആശ ചോദിക്കും, നിങ്ങൾക്ക് നാളായില്ലേ, നിങ്ങൾ ഇത്ര ഞാൻ പറയുന്നത് എവിടെ ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുവായിരുന്നല്ലേ? അപ്പൊ അവർ പറയും, അല്ല എനിക്കാണോ നാളെ ഇല്ലാത്ത, നിങ്ങൾക്കല്ലേ ഇവിടെ കുട്ടികളൊക്കെ ഉള്ള വീടാ, എന്നിട്ട് നിങ്ങൾ ഇവിടെ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ട് അശോകിനാകെ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ആശയാണെങ്കിൽ അശോകിന്റെ പിറകെ പോവും. ആശ പറയും, ഹലോ മിസ്റ്റർ, നിങ്ങളെ കാണാൻ സുന്ദരനായിരുന്നല്ലോ, നിങ്ങൾ എന്റെ കൂടെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വരുന്നുണ്ടോ? അപ്പൊ അശോക് പറയും, എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ എന്റെ വോളറ്റ് മോഷ്ടിച്ചിട്ട് പോയി, ഐ എം സോറി. അപ്പൊ അശോക് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഒന്ന് പുറത്തു പോവാ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, നമുക്ക് പുറത്തു പോയി താപൂര കഴിക്കാം. നീ എന്തായി പറയുന്നത്? സത്യം കിട്ടും, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, വന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അശോകിനെയും പിടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 351 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.